ഹായ് ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ ആറമ്മിൻ്റെ സ്റ്റോറിൻ്റെ അകത്ത് പോവാം. അതുമാത്രമല്ല, ആറം ഒരു ഐഡൽ ആണ്, ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്. അതുമാത്രമല്ല, ഒരു ഫേമസ് ബിസിനസ് മാൻ സിഒ ആണ്. അത് മാത്രമല്ല, നല്ല ഫേമസ് ആയിട്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ പേഴ്ചേഴ്സ് മെമ്പറിൽ ലീഡറാണ്. നമുക്കിപ്പോൾ സ്റ്റോറിനകത്ത് പോവാം. ഹീറോ ഒരു ഇന്ത്യയാണ്, ഹീറോ കൊറിയാണ്. അതുമാത്രം നമുക്ക് ഹീറോയിന് പേര് അറിയോ? ഫാത്തിമ എന്ത് പറ്റുമാ? നീ പോയിട്ട് അമ്മയ്ക്ക് പോയിട്ട് മീൻ കൊടുത്ത് വരും മോളെ, പൊന്നേരെ മോളല്ലേ എൻ്റെ. ഞാൻ പോയില്ല ഉമ്മ പോവില്ല. ദീദി ഇവളോട് കൊടുത്തേക്ക്. ഉമ്മ എവിടേക്കാ? അമ്മയ്ക്ക് മീൻ കൊടുത്തു വാ. ശരി ഉമ്മ. അമ്മായി ആരാ ഇത് വന്നത്? എന്നാ മീൻ? എന്ത് മീൻ? നങ്കിന് കറി. മോളെ അവത്ത് കോയിൻ്റെ കറി ഉണ്ടാക്കില്ലേ? അത് അമ്മായി ഉണ്ടാക്കാം അമ്മായി. ഇന്ന് കോയിൻ്റെ കറി ആക്കില്ല അമ്മായിക്ക്. നാളെ കോയിൻ്റെ കറി വേണോ? ഞാൻ കൊണ്ടുവരാം അമ്മായി. വേണ്ട. ശരി മോളെ. ഇവള് ഭയങ്കര ഇല്ലല്ലോ, ഇവളോട് കളിയാക്കാൻ പറ്റില്ലല്ലോ. അമ്മായി മനസ്സിലിരിക്കാം. അമ്മയ്ക്ക് കോയിന് കറി ഇഷ്ടമില്ലായിരുന്നു, മീൻ ഭയങ്കര ഇഷ്ടമാണ്. ശരി അമ്മായി, വരാം, ബായ്. ഇവളോട് കളിയാക്കാൻ പറ്റില്ല. ദീദി എന്ത് പറ്റിയടി? അമ്മായി ഇങ്ങനെ പറയാ. കോയിൻ്റെ കറി മീൻ്റെ കറി കാട്ടിയാ പറയില്ല. അമ്മയ്ക്ക് കോയിൻ്റെ കറി പറഞ്ഞെന്ത്? എന്ത് ഉമ്മ? അമ്മയ്ക്ക് എൻ്റെ കോയിൻ്റെ കറി ഇഷ്ടമില്ലേ? ഇല്ല മോളെ, കോയിൻ്റെ കറി അതൊന്നുമില്ല, കളിയാക്കാം. ദീദി ഇനി മേലെ അമ്മായി കളിയാക്കി അമ്മയോട് ഇങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ പോലെ പറയാം. ശരി, നീ എന്താ പറഞ്ഞത് കറി പറഞ്ഞു. ശരി മോളെ. ദീദി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് വാ. എന്ത് പറ്റിയിടി? ദീദി എന്ത് ഇത് ദീദിക്ക് ഗിഫ്റ്റ്. എന്ത് ഗിഫ്റ്റ്? ലവ് ലെറ്റർ. എന്ത് ലെറ്റർ? ലവ് ലെറ്ററാ? അതെ ദീദി. ആരയച്ചത്? അത് ആരയച്ചത് പറഞ്ഞ ജാക്ക്. നിൻ്റെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആ ജാക്ക് ലെറ്റർ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞില്ലേ ദീദി? എന്ന് പറയാ ദീദി? അവർ പറഞ്ഞു, അവർ എന്നും വഴക്ക് പറയാ ദീദി. ദീദിക്ക് ഒരാളുണ്ട് പറയേ. ആരാ ദീദി? ഓ, ആറമാണോ? പോടി വരുന്നു. ശരി, ഞാൻ പറഞ്ഞോളാം. അങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ ജാക്ക് വന്നു. എടിക്കുട്ടി, ദീദിക്ക് പറഞ്ഞു. പറഞ്ഞു. ദീദി എന്ന് പറഞ്ഞാൽ ദീദിക്ക് ഒരാളുണ്ട് പറഞ്ഞു. എന്ത് ആളാരാ? ആരറിയില്ല. ആള് നല്ല നിങ്ങളായിട്ട് സുന്ദരനാ. അങ്ങനെ പറഞ്ഞവിടെ പോയി. ജാക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന പോലെ നെഞ്ഞി കൈ വെച്ചു. അങ്ങനെ ബൈക്കിന് താഴെ വീണത് ചാരാൻ തുടങ്ങി. അപ്പോൾ ഫ്രണ്ട്സ് വീഴാൻ പോയി. അപ്പോൾ ഫ്രണ്ട്സ് വന്ന് പിടിച്ചു. എന്ത് വെച്ച് ജാക്ക്? കരയാൻ തുടങ്ങി ജാക്ക്. എന്തിടാ? എൻ്റെ ലവ് പൊട്ടിക്കിട്ട് പോയിടാ മച്ചാ. എൻ്റെ ലവ് പൊട്ടിക്കിട്ട് പോയിടാ. അവിടെ കാലുണ്ടല്ലോടാ. കരയാൻ തുടങ്ങി ജാക്ക്. എന്തിടാ മച്ചാ? ഞങ്ങളാളൊന്നും കണ്ടില്ലല്ലോടാ, നമുക്ക് ഫോളോ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. ശരി, ഓക്കെടാ. ദീദി എന്തിടി? അങ്ങനെ സ്കൂൾ വഴി വന്നു. എന്ത് പറ്റി ദീദി? ഞാൻ പറഞ്ഞു അവർ ഹാർട്ടൊക്കെ കൈവച്ച് വീഴാൻ പോയി. ഫ്രണ്ട്സെല്ലാം വിളിച്ചു. ശരി, ആളുണ്ട് പറഞ്ഞു. ദീദി ഒരു കാര്യം പറയാം, അവന് ഫോളോ ചെയ്യുന്ന പോലെ തോന്നും ചേച്ചീനെ. ദീദി അവനെ ദീദീനെ ഫോളോ ചെയ്യും. അതെനിക്കറിയാം, അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പ്ലാൻ. അങ്ങനെ പോകുമ്പോൾ അങ്ങനെ വീണ്ടും ഫോളോ ചെയ്യാൻ തുടങ്ങി. ആളൊന്നും കാണില്ല. ഫോൺ വന്നു. ദീദി എന്തടി? ദീദി ഫോളോ ചെയ്യുന്ന ഞാൻ അവരുടെ പുറകിലുണ്ട്. ദീദി ആക്ട് ചെയ്. ശരി, ഓക്കെ. ഹായ് ബേബി. ജാക്കിക്ക് ഷോക്കായി. ആരെ എന്നെ വിളിക്കാം? നീക്ക് ബേബി. എന്ത് ബേബി ഇങ്ങനെ പറയുന്നേ? ശരി ബേബി, എനിക്ക് ഐസ്ക്രീമൊന്നും വേണ്ട. വീട്ടിൽ എനിക്ക് വനില ഐസ്ക്രീം ഓക്കെ. ശരി ഡാർലിങ്, നിങ്ങളെപ്പോൾ വരിക? ശരി, നിങ്ങൾ അവിടുന്ന് വരുമ്പോൾ. അതെ, നിങ്ങൾ അമേരിക്കയിൽ വരുമ്പോൾ എനിക്കും എൻ്റെ അനിയത്തിക്കും നല്ല ഡ്രസ്സ് കൊണ്ടുവരോ? ശരി എനിക്ക് കൊണ്ടുവരും. അമ്മയ്ക്ക് ഓക്കെ, അമ്മയ്ക്ക് നെക്ലസ് ഓക്കെ പറഞ്ഞു. അച്ഛനക്ക് നല്ല മോഡൽ ഡ്രസ്സ് വേണം പറഞ്ഞു. പാപ്പയ്ക്ക് മോഡൽ ഡ്രസ്സ് വേണം. ഇത് ജാക്കിക്ക് ഷോക്കേടാ പച്ച, നീ എല്ലാടെ ആളല്ല പറഞ്ഞ. അങ്ങനെ ജാക്കി കരഞ്ഞുകൊണ്ട് പോയി. ജാക്ക് എന്തോ ഒന്ന് തെറ്റ് നടക്കല്ലോ. ജാക്കിന് ഫ്രണ്ട്സ് കുറച്ച് ഡൗട്ട് വരാൻ തുടങ്ങി. ശരി, നോക്കാം. എങ്ങനെയുണ്ടടി പ്ലാന്? ദീദി സൂപ്പർ ദീദിയെ ഭയങ്കര ആറ്റാണ് ദീദി ആളുണ്ട്. പിന്നെ ഡാഡി പാപ്പ പറയാം. ശരി, നമ്മളിപ്പോൾ എന്താ ചെയ്യാം? ശരി ദീദി. അങ്ങനെ ഒരു ഫ്രണ്ട് പറഞ്ഞുകൊണ്ട് അങ്ങനെ വീട്ടിൽ ലീവ് കിട്ടിയായിരുന്നു. അങ്ങനെ TV നോക്കുമ്പോൾ ദീദി എന്ത് ദീദി?
എന്ത് ദീദി ഇങ്ങനെ ടീ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദീദി എന്ത് പറ്റിയ? ഹായ് ദീദി, ഇത് നോക്ക് ദീദി. എന്താ ദീദി, ഇവർ ഇന്ത്യക്ക് വരാം. എന്ത്? 7 ബോയ്സ് ഇന്ത്യക്ക് വരാം? അതെ ദീദി. ഇവിടെ കുറച്ച് ഒരു കാര്യം പറയൂ ദീദി. ഇവിടെ ബോയ്സ് എല്ലാവരും വരാം ദീദി, ഇന്ത്യക്ക് വരാം. എവിടേക്ക്? അത് ദീദി ഡൽഹിക്ക് വരാം. എന്ത് ഡൽഹിക്കാ? സങ്കടമായി പോയിക്കറിയാന്നുള്ളൂ. എടി അനിയത്തി ദീദി, സങ്കടമുണ്ട് ദീദി. അവർ ഡൽഹിക്ക് വരാം. ഇപ്പം ഞാൻ എന്ത് ചെയ്യാം? കഷ്ടമാണ്. ബേജാറിലേക്ക് അറിയാൻ തുടങ്ങി. സങ്കടപ്പെടണ്ട ദീദി. ശരി, അവരെ കാണാൻ പറ്റില്ലല്ലേ? സാഡ് ദീദി. ഹായ് മച്ചി, എന്തടി സാഡ്? എടി PTS മെമ്പർ ബോയ്സ് 7 പേര് വരാം. എന്തടി പറയും? 7 പേര് ബോയ്സ് വരാം. അതെടി ഡൽഹിക്കാ? ഞാനവിടെ ഡൽഹിക്ക് പോവാം. എന്തടി ഡൽഹിക്ക് പോവാം? അതെടി ഞാനൊരു പ്ലാൻ വെച്ചു. ട്രിപ്പ് പോകാൻ പറഞ്ഞിട്ട് ഡൽഹിക്ക് ട്രിപ്പ് പോകാൻ പറഞ്ഞ് ഉമ്മനോട് പാപ്പനോട് പറഞ്ഞായിരുന്നു. അവർ സമ്മതിച്ചടി. നിൻ്റെ മമ്മിയുടെ ഡാഡിനോട് പറയേ ട്രിപ്പ് പോകാൻ. ഞാൻ ഓൾറെഡി നിൻ്റെ മമ്മി ഒരുപാട് സമ്മതിക്കലെ കൊണ്ട് എൻ്റെ മമ്മിയോട് ഞാൻ പറഞ്ഞു. എന്തടി പറയാം? നിൻ്റെ ഉമ്മനോട് പറഞ്ഞു? അതേ മച്ചി, ഞാൻ ഉമ്മനോട് പറഞ്ഞിട്ടുണ്ട്. ഉമ്മക്ക് ഫോൺ ഇപ്പം കോൾ ചെയ്തു. ഓക്കെ, അങ്ങനെ കോൾ ചെയ്തു. ഹലോ, ഹായ്, ആരടി? നീയോ? എന്തടി പ്രശ്നം? എടി, ഞങ്ങൾ ട്രിപ്പ് പോവാണ് ഡൽഹിക്ക്. നീ വരുന്നുണ്ടോ? ഇല്ലടി, എൻ്റെ ഹസ്ബൻഡ് അത് സമ്മതിക്കില്ലടി. ശരിടി. ആയി, നിൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചാൽ നീ വാ ഡൽഹിക്ക്. ശരിടി, ഓക്കെ. അങ്ങനെ ഡാഡിക്ക് ഫോൺ വന്നായിരുന്നു. പാപ്പക്ക് എടി ഉമ്മ സമ്മതിച്ചാ എൻ്റെ മമ്മിക്ക് ഓക്കെ ആണെടി. എടി നിൻ്റെ മമ്മിക്ക് ഓക്കെ ആയില്ലേ? ഇപ്പോൾ ഡാഡിൻ്റെ ഇപ്പോൾ പ്രോബ്ലം സോൾവ് ആവും. ഇപ്പം നോക്ക്. ഹായ് മച്ച, എന്തടാ? ഞാൻ ഡൽഹിക്ക് പോകുന്നുണ്ടേ മച്ച, നീയും കൂടെ വേടാ. എൻ്റെ വൈഫും ഡൽഹിക്ക് പോകാൻ പറഞ്ഞാ? എന്ത് ഡൽഹിക്ക് പോകുന്നതാ? എന്തടാ ഫാമിലി കൂടെ പോവാ ട്രിപ്പ്? പ്ലീസ് ഡാ, നീ വാടാ. എനിക്ക് ബോറടിക്കാം. ഞാൻ എന്ത് ഒരുത്ത പോയി ചെയ്യാം? പ്ലീസ് ഡാ. ശരിടാ, ഞാൻ വരാം. മോളെ, നിങ്ങൾ 2 പേര് വേഗം റെഡി ആയിക്കോ, ഡൽഹിക്ക് പോവാ. മോളെ റോസ്, എന്താ അങ്കിൾ? നീ വീട്ടിൽ പോയിട്ട് വേഗം ഡൽഹിക്ക് പോകണം.